അപ്പോൾ ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പാർവൻ്റെ അമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളൊക്കെ കൂടി ഇങ്ങനെ വല്ലപ്പോഴും മഹാബലി വരുമ്പോലെ ഒന്ന് വരും യൂട്യൂബിൽ അതും ഇതുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു കുറച്ച് സമയത്തേന് രാവിലെ ഒരു 5 മണി മുതൽ 8 മണി വരെയുള്ളൊരു കുഞ്ഞു വീഡിയോ നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ ഇൻട്രോയും മൈൻഡിപ്പൊക്കെ ഒന്നിച്ച് പറയുകയാണ്. അത് സാരമില്ല, അതെല്ലാവരും അങ്ങ് ക്ഷമിക്കുക. അപ്പോൾ സമയക്കുറവ് മൂലം ഞാൻ പോകാനായിട്ട് ഇറങ്ങി മുറ്റത്ത് നിൽക്കുമ്പോഴാണ് ഇൻട്രോ പിടിച്ചത്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അനുമോള് തുണി അലക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലാണ്. അതുകൊണ്ട് വീഡിയോയ്ക്കൊന്നും കൂടിയില്ലേ. അപ്പം ഞാൻ മാത്രം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ ജോലിക്ക് പോകാൻ തുടങ്ങുക കേട്ടോ. കടയിലേക്ക് പോകാൻ തുടങ്ങുകയാണേ. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ ഭയങ്കര മൂടലാട്ടോ. ന്യൂനമർദ്ദത്തിൻ്റെ ഒരു വാലും തലയൊക്കെയാണ്. മഴയില്ല താനും മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷം. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഭയങ്കര മഴ മൂടലാട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഇതുപോലെ തന്നെ കുഞ്ഞു വീടുകളൊക്കെ ആയിട്ട് സമയവും കാലവും ഭേദമൊന്നും നോക്കാതെ ഒക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാട്ടോ. രാവിലെ എണീറ്റിട്ട് ചോറ് വെച്ച് വറുത്തു. ഇത് അപ്പം ചുടാനായിട്ട് മാവിരിക്കുന്നു, പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു മെഴുക്കുരട്ടി, ഇതൊരു തോരൻ കറി, അത് മുട്ട പൊരിച്ചത്. മുട്ടയൊക്കെ പൊരിച്ച് ചോറ് പൊതി കെട്ടി കൊടുത്തു വിട്ടു കേട്ടോ. പിന്നെ ചായ അടുപ്പിട്ടിരിക്കുന്നു. ഇത് നമുക്കിന്നൊരു 2 മുട്ട നടുവേ കീറിയിട്ട് ഒരു മുട്ടക്കറി ഉണ്ടാക്കണം. അപ്പോൾ അപ്പത്തിനുള്ള കറിയാണ് ഈ മുട്ടക്കറി. ചോറൊക്കെ വെച്ച് വാർത്ത് അടുപ്പിൽ ചോറും വെച്ച് വാർത്ത് അടുപ്പിൽ തന്നെ കുടിവെള്ളവും തിളപ്പിച്ച് വെച്ചു. അപ്പോൾ നമുക്ക് ഇനി ചായ തിളപ്പിച്ച് വാങ്ങി ആദ്യം തന്നെ ഒരു ഗ്ലാസ് കുടിക്കാം. കണ്ടോ, തിളച്ച് പൊങ്ങി വന്ന വഴി ഞാനങ്ങ് തീ ഓഫ് ചെയ്തു. കുഴപ്പമില്ല, പുറത്തേക്കൊന്നും പോയില്ല. പുറത്ത് പോയാൽ പിന്നെ ചായ ഒന്നിനും കൊള്ളില്ല, ഗുണം മുഴുവനും നഷ്ടപ്പെടും. അതായത് ഈ പാറ്റായിട്ട് നെയ്യൊക്കെ ഉള്ളത് പാൽപ്പാട സഹിതം പുറത്ത് പോയാൽ പിന്നെ കുടിക്കാൻ കൊള്ളത്തില്ല. പക്ഷേ അതൊന്നും പാറ്റ് മാറ്റിയിട്ട് അല്ലെങ്കിൽ പാൽപ്പാടം മാറ്റിയിട്ട് കുടിക്കുന്നവർക്ക് അത് കുഴപ്പമില്ല കേട്ടോ. എന്നാലും കളഞ്ഞാൽ പിന്നെ പകുതി സാധനം പോയില്ലേ. അതുകൊണ്ട് തിളച്ച വഴി നിർത്തി. അത് വെന്ത പാലാണ് ചായപ്പൊടിക്കകത്ത് കിടന്നത്. അതുകൊണ്ട് സൂപ്പർ ടേസ്റ്റിലൊരു ചായ നമുക്ക് കുടിക്കാം രാവിലെ തന്നെ. അപ്പം നമുക്ക് ഇത് കണ്ടില്ലേ, സവാളയും തക്കാളിയും വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കുകയാണ്. ഇതിനകത്താണ് നമ്മുടെ ഈ മുട്ടക്കറി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്പം ചുട്ട് മുട്ടക്കറി ഉണ്ടാക്കണം, അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. രാവിലെ പൊതി കെട്ടാനുള്ളതും കാപ്പിക്കുമൊക്കെ ആയില്ലേ. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ വൈകിട്ടത്തേനേ ഉള്ളൂ. ഉച്ച സമയത്ത് ഇവിടെ ആളുമില്ല, ചോറുമില്ല, കറിയില്ല, ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും പിള്ളേരും വരും, പപ്പയും വരും, ഞാനും വരും. അപ്പോൾ പിന്നെ വൈകിട്ടത്തുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആക്കി കാണിക്കുമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ അടുക്കളയിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അനുമോള് മുട്ടുപൊടിയാണ്. മുറ്റമൊക്കെ അടിച്ചിട്ട് വന്നിട്ട് പുള്ളിക്കാരി ഇൻട്രോ പറയും. ജസ്റ്റ് ഞാൻ അതിന് മുമ്പ് ഇതൊക്കെ ഇന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ ദിവസം കൂടി അനുവിനെ ഇന്ന് ഫ്രെയിമിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇത് മുട്ട റെഡിയാക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പം നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള ഇതുണ്ടോ, സവാളയും തക്കാളി ഇങ്ങനെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് മിക്സിയിൽ ഒഴിച്ച് അടിച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞത് ഇതിനകത്ത് ചേർക്കുകയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കടുക് എല്ലാം കൂടെ ചേർത്തു. ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊണ്ടുവരണം കേട്ടോ. അപ്പം ഒരു ലേശം പിന്നെ വെജിറ്റബിൾ മസാല അല്ലെങ്കിൽ മുട്ട മസാല, അങ്ങനെ ഒരു അല്പം പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കുറുകി വരുന്ന സമയത്ത് ഈ മുട്ട 2ആയിട്ട് പൊളന്ന് നമുക്ക് ഇതിനകത്ത് ചേർക്കാം. അങ്ങനത്തെ ഒരു മുട്ടക്കറിയാണ് ഇന്ന്. അപ്പം ചുട്ടുകൊണ്ടിരിക്കുക. ഇതുണ്ടോ, ചുട്ടു വെച്ചു. അപ്പം നമുക്ക് രാവിലെ ആയപ്പോഴത്തേനും
നമ്മുടെ അത്യാവശ്യ പണികളൊക്കെ ഒതുങ്ങി കേട്ടോ. കാപ്പിയായി, മുട്ടക്കറിയൊക്കെ ആയി കേട്ടോ. മിക്സിയിൽ അരച്ചെടുത്തു. തക്കാളിക്ക് സവോളയും കൂടെ എണ്ണയിൽ വാട്ടി മിക്സിയിൽ അരയ്ക്കേണ്ടതാണ്. അപ്പോൾ അത് സമയക്കുറവ് വീതം ഞാനൊന്ന് വേവിച്ചെടുത്തിട്ട് മിക്സിയിൽ അരച്ചിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഒക്കെ ചേർത്ത് വെജിറ്റബിൾ മസാല, അതായത് മുട്ടക്കറി വയ്ക്കുന്ന ഒരു മസാലയുണ്ട് കേട്ടോ, ആ മസാല ചേർത്തുണ്ടാക്കിയ ഒരു മുട്ടക്കറി നമുക്ക് അപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തു. ഇത് അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യത്തിന് മാത്രം ചുട്ടെടുക്കുന്നുള്ളൂ കേട്ടോ. കേട്ടോ, ബാക്കിയുള്ള മാവെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പമൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നു. മാവ് ബാക്കി എടുത്ത് വെക്കണം. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ ഇതോടുകൂടി തീർക്കുവാണേ. ഇപ്പോൾ ഒരാൾക്ക് പൊതിയോറ് കെട്ടി ജോലിക്ക് പോയി, ഒരാൾ പൊതിയോറ് കെട്ടാൻ തുടങ്ങുന്നു, അനിമോൾ പൊതിയോറ് എടുക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇനി അതെടുക്കുമ്പോഴും കൂടി കാണിക്കാം. എന്നിട്ട് പിന്നെ രാവിലത്തെ ഒരു വൈൻഡപ്പൊക്കെ പറഞ്ഞ് നിർത്തിയിട്ട് പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ വൈകിട്ട്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കേ.